3 വർഷങ്ങൾക്കിപ്പുറം കൊടിയ രാഷ്ട്രീയ ചതിയുടെ ക്ലൈമാക്സിൽ തലകുനിച്ച് സമ്മതം മൂളിയ ഒരു പിണറായി വിജയനെ നമ്മൾ കണ്ടു. മകളെ രക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുന്ന ഒരു ഗതികെട്ട പിതാവായിട്ടാണ് പിണറായി ഇന്ന് കാണാൻ സാധിക്കുക. എങ്കിലും എല്ലാത്തിന്റെയും ചുക്കാൻ പിടിച്ച പിണറായി എന്ന കപ്പിത്താന്റെ മുന്നിലേക്ക് ചെക്ക് വെക്കുന്നത് മറ്റാരുമല്ല, സഖാവ് കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ തന്നെയാണ്. ബിനീഷ് കോടിയേരിയുടെ പാർട്ടി അംഗത്വം പുതുക്കലും തിരുവനന്തപുരത്തെ നാടകീയ നീക്കങ്ങളും ഈ രാഷ്ട്രീയ അട്ടിമറിയുടെ പൂർണ്ണ ചിത്രം പുറത്തു കൊണ്ടുവരികയാണ്. കേരള രാഷ്ട്രീയത്തെയും CPM ആഭ്യന്തര സമവാക്യങ്ങളെയും ഒരുപോലെ വിസ്മയിപ്പിക്കുന്ന, അതിശയിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ അണിയറ നീക്കത്തിനായിരുന്നു ഇപ്പോൾ കേരളം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. മുൻ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരിക്ക് 3 വർഷത്തെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം CPM അംഗത്വം പുതുക്കി നൽകിയിരിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേരിട്ടുള്ള ഇടപെടലിനെ തുടർന്നാണ് ഈ തീരുമാനം എന്നത് ഈ രാഷ്ട്രീയ നാടകത്തിന്റെ ക്ലൈമാക്സിന് മാറ്റുകൂട്ടുന്നു. അന്ന് മകൻ ED കേസിൽ കുടുങ്ങിയപ്പോൾ പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് നിന്നും മാറി നിൽക്കേണ്ടി വന്ന ഒരു കോടിയേരി ബാലകൃഷ്ണനെ നമ്മൾ കണ്ടതാണ്. രോഗബാധിതനായിട്ട് അദ്ദേഹം യാത്രയായപ്പോൾ തലസ്ഥാനത്തെ പാർട്ടിയുടെ ഹൃദയഭൂമിയായ AKG സെന്ററിൽ പൊതുദർശനത്തിന് വെക്കാൻ പോലും സാങ്കേതിക കാരണം പറഞ്ഞ് അനുവാദം നൽകാതിരുന്നപ്പോൾ കോടിയേരിയുടെ കുടുംബം അനുഭവിച്ച ആ വിയോഗ വേദനയും അവഗണനയും കേരളം കണ്ടതാണ്. അന്ന് കോടിയേരി അറിഞ്ഞ ആ വേദന ഇന്ന് പിണറായി വിജയനും തിരിച്ചറിയുകയാണ്. തന്റെ സ്വന്തം മകൾ വീണ വിജയൻ കേന്ദ്ര ഏജൻസികളുടെയും EDയുടെയും നിഴലിൽ നിൽക്കുമ്പോൾ ഒരു പിതാവിന്റെ നിസ്സഹായ അവസ്ഥയിലേക്ക് പിണറായി വിജയൻ എന്ന അജയനായ നേതാവ് ചുരുങ്ങുന്നു. 3 വർഷത്തെ രാഷ്ട്രീയ വനവാസത്തിന് ശേഷം ബിനീഷ് കോടിയേരി പാർട്ടിയിലേക്ക് തിരികെ എത്തുമ്പോൾ അത് പിണറായി വിജയൻ എന്ന കപ്പിത്താന്റെ മുന്നിലേക്ക് കാലം കാത്തുവെച്ച വലിയൊരു ചെക്ക്മാറ്റായി മാറുന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തിരുവനന്തപുരത്ത് നടത്തിയ നീക്കങ്ങളും അതിനെ തുടർന്നുണ്ടായ നാടകീയ സംഭവങ്ങളുമാണ് ഈ കഥയിലെ വഴിത്തിരിവ്. മുഖ്യമന്ത്രിയുടെ വസതിക്ക് നേരെയോ അല്ലെങ്കിൽ പാർട്ടിയുടെ താല്പര്യങ്ങൾക്ക് നേരെയോ കേന്ദ്ര ഏജൻസികളുടെ നീക്കമുണ്ടായപ്പോൾ തലസ്ഥാനത്ത് അതിശക്തമായ പ്രതിരോധം ഉയർന്നു. ഈ അക്രമാസക്തമായ പ്രതിരോധത്തിന് പിന്നാലെ യഥാർത്ഥ ചാലകശക്തി ബിനീഷ് കോടിയേരിയുടെ വലിയ സൗഹൃദ വലയങ്ങളായിരുന്നു. പാർട്ടിയിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ടിരുന്ന കാലത്തും തിരുവനന്തപുരത്തെ യുവജന വിഭാഗത്തിലും പാർട്ടി അണികൾക്കിടയിൽ ബിനീഷ് ഉണ്ടാക്കിയിരുന്ന സ്വാധീനത്തിന് ഒട്ടും മങ്ങലേറ്റിരുന്നില്ല എന്ന് ഈ സംഭവങ്ങൾ തെളിയിച്ചു. ബിനീഷ് പാർട്ടിക്ക് പുറത്തു നിർത്തുന്നത് ഇനി ഗുണം ചെയ്യില്ല എന്നും തെരുവിൽ പ്രതിരോധം തീർക്കാൻ ബിനീഷിന്റെ ആൾബലം ആവശ്യമാണെന്നുള്ള തിരിച്ചറിവിലേക്ക് ഒടുവിൽ പാർട്ടി നേതൃത്വവും പിണറായിയും എത്തിച്ചേർന്നിരിക്കുന്നു. ഈ അംഗത്വം പുതുക്കി നൽകൽ കേവലം ഒരു സാങ്കേതിക നടപടിയല്ല, ഇത് പിണറായി വിജയൻ നടത്തുന്ന രാഷ്ട്രീയ പ്രായച്ചിത്തമാണ്. കണ്ണൂരിലെയും തിരുവനന്തപുരത്തെയും CPM സഖാക്കളെ ഒരുമിച്ച് ചേർത്ത് നിർത്താൻ പിണറായി നടത്തിയ മിന്നൽ നീക്കം. അന്ന് അച്ഛനായ കോടിയേരിക്ക് മകന് വേണ്ടി ചെയ്യാൻ കഴിയാതിരുന്നത്, അല്ലെങ്കിൽ ചെയ്യാൻ പാർട്ടി അനുവദിക്കാതിരുന്നത്, ഇന്ന് പിണറായി നേരിട്ടിടപെട്ട് മകന് സാധിച്ചു കൊടുക്കേണ്ടി വന്നിരിക്കുന്നു. കോടിയേരി ബാലകൃഷ്ണൻ എന്ന രാഷ്ട്രീയ ഭീമാചാര്യന്റെ സ്മരണകളോട് പാർട്ടി ഒടുവിൽ നീതി പുലർത്തിയിരിക്കുന്നു എന്ന വികാരം ഒരു വിഭാഗം കോടിയേരി ആനുകൂലികളിൽ വിശ്വാസമുണ്ടാക്കുമ്പോൾ പിണറായി വിജയൻ തന്റെ രാഷ്ട്രീയ നിലനിൽപ്പിനായിട്ട് നടത്തുന്ന വിട്ടുവീഴ്ചയായിട്ടും ഇത് വിലയിരുത്തുന്നു. കേന്ദ്ര ഏജൻസികൾക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടത്തിന് ബിനീഷിനെ പോലെയുള്ള ഒരു കടുത്ത സംഘാടകരുടെ സാന്നിധ്യം തലസ്ഥാനത്ത് പാർട്ടിക്ക്, പ്രത്യേകിച്ച് പിണറായിക്ക് ആവശ്യമുണ്ട്. പിണറായിക്ക് വേണ്ടി വിശ്വസ്തയോടെ നിലകൊള്ളാൻ കോടിയേരിയുടെ മകനേക്കാൾ വിശ്വസ്തനായിട്ട് മറ്റാരുമില്ല എന്ന ബോധ്യം പിണറായി വിജയൻ ഉണ്ടായിരിക്കുന്നു. മകളുടെ കേസിൽ ED നീക്കം ശക്തമായാൽ രാഷ്ട്രീയമായിട്ട് അതിനെ നേരിടുമെന്ന കൃത്യമായ സന്ദേശമാണ് ബിനീഷിന്റെ പുനഃപ്രവേശനത്തിലൂടെ പിണറായി നൽകുന്നത്. ചുരുക്കത്തിൽ EDയുടെ നീക്കങ്ങളെ പ്രതിരോധിക്കാൻ ബിനീഷ് കോടിയേരി പാർട്ടിയിലേക്ക് തിരിച്ചെത്തുമ്പോൾ അത് പിണറായി വിജയൻ തന്റെ രാഷ്ട്രീയ പ്രതിരോധത്തിനായിട്ട് തീർക്കുന്ന ഏറ്റവും പുതിയ കോട്ടയായിട്ട് മാറുന്നു. ED കേസിൽ അകപ്പെട്ട മകനും മകൾക്കും ചുറ്റും പാർട്ടി പ്രതിരോധം തീർക്കുന്ന ഈ കാഴ്ച കാലം കാത്തുവെച്ച മറ്റു രാഷ്ട്രീയ കാവ്യനീതി തന്നെയാണ്. ഈ ചതുരംഗക്കളത്തിൽ കപ്പിത്താന്റെ കൈകൾക്ക് പതർച്ച ബാധിച്ചിരിക്കുന്നു എന്നത് യാഥാർത്ഥ്യം തന്നെയാണ്. എന്തായാലും മകൾ വീണ വിജയനെ ED വിടുന്ന ലക്ഷണമില്ല. മൊബൈൽ ഫോൺ അടക്കം പിടിച്ചു വെച്ച് വിദേശ അക്കൗണ്ടിൽ പോലും അന്വേഷണം നടത്തുകയാണ്. ഒരു മുട്ടയേറ് കൊണ്ടോ ഇഷ്ടിക കൊണ്ടോ തീർക്കാവുന്നത് ഒന്നല്ല ഈ കേസ് എന്ന സത്യം ഇനിയെങ്കിലും ഈ CPM മനസ്സിലാക്കണം.